ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. തൊടുപുഴ ആലക്കോട്ടിലെ പച്ചക്കറി കർഷകനായ ശ്രീ PC ആന്റണി പള്ളത്ത് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ ആലക്കോട് തന്നെ എല്ലാ കൃഷികളിലും സജീവമായി ഏർപ്പെടുന്ന ഒരു മികച്ച കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. PC ആന്റണി പള്ളത്ത്. ചേട്ടന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. ചേട്ടന് ഇപ്പോൾ പ്രധാനമായിട്ടും എന്തെല്ലാം കൃഷികളിലാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ എല്ലാ കൃഷിയും ഉണ്ടെങ്കിലും പച്ചക്കറി കൃഷിയിലാണ് എൻ്റെ കൂടുതൽ ശ്രദ്ധ. പച്ചക്കറിയിൽ എല്ലാം ഞാൻ ചെയ്തു വളരെ കൃത്യമായിട്ട്. ഓരോരോ കൃഷി അതിൻ്റെ സമയത്ത് pH നോക്കി, അതിൻ്റെ ഇലകൾ നോക്കി, മറ്റ് മാസികകളിലും കൃഷി അധികൃതരോട് ചോദിച്ചും ഞാൻ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതിനകത്ത് പാളിച്ചകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പച്ചക്കറി ഇനങ്ങളിൽ തന്നെ ഏതെല്ലാം ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തു വരുന്നത്? അതിനൊരു ഇനം പറയാനില്ല, എല്ലാ ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. പാവൽ, പയർ, പീച്ചിങ്ങ, കുമ്പളം, മത്തൻ, പപ്പയ, ഇഞ്ചി തുടങ്ങിയ കൂർക്ക എല്ലാം ഉണ്ട്, വഴുതന എല്ലാം ഉണ്ട്. ഇല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനില്ല, എല്ലാം ഞാൻ കൃഷി ചെയ്യും. അതിൽ ഈ വിൽപ്പനയ്ക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഏതിനമാണുള്ളത്? വിൽപ്പനയ്ക്ക് ഞാൻ വഴുതന എടുക്കുള്ളൂ. വഴുതനയാണെന്നുണ്ടെങ്കിൽ ഒരാണ്ട് സ്ഥിരമായിട്ട് ഒന്ന് നട്ട് കഴിഞ്ഞാൽ കിട്ടും. ഒരു വർഷം കഴിഞ്ഞും പോകും, പക്ഷെ ഒരു വർഷം ശരിയായ വിളവ് ഞാൻ എടുക്കും. അതിലത്ത് വാട്ടരോഗം വരാത്ത ഹരിതയാണ് കൂടുതലായിട്ട് ഞാൻ ആശ്രയിക്കുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു ഇനമുണ്ട്, ഇല്ലിക്കൊമ്പൻ. അതിന് നല്ല നീട്ടമുണ്ട്, അതിന് നല്ല വില കിട്ടും, ഏറ്റവും ടേസ്റ്റുള്ള ഇനമാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ വളരെ കിട്ടാൻ പാടാണ്. പക്ഷെ ഞാനത് എറണാകുളത്ത് ഒരു പാർട്ടിയുടെ കൊടുത്ത് ഇഷ്ടം പോലെ ഇപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. വഴുതനയാണ് മെയിൻ. അതിൽ തന്നെ ഇപ്പോൾ എത്രത്തോളം സ്ഥലത്ത് ഈ വഴുതന കൃഷി ചെയ്യുന്നുണ്ടാവും? വഴുതന ഞാനിപ്പം ഒരു 2 ഏക്കർ സ്ഥലത്തേക്ക് ഇനി ചെയ്യാൻ പോവാണ്. ഇതുവരെ അത്രയും പോയിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ബംഗാളികൾ വന്നേ പിന്നെയാണ് വഴുതനയുടെ മാർക്കറ്റ് ഇത്രയും വ്യാപിച്ചത്. അതിനു മുമ്പ് വഴുതന അതില്ല. ആദ്യത്തെ ഈ നമ്മുടെ ഈ നാടൻ വഴുതനയൊക്കെയാണ്. ഇപ്പം അത് മാറി ഹരിത വന്നു, HB ഇനത്തിൽപ്പെട്ട പലതും വന്നു. അപ്പോൾ അതോടുകൂടി വഴുതനയുടെ രൂപവും ഭാവവും എല്ലാം മാറി. ഈ വഴുതന നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നിലമൊരുക്കുന്നത്? അതുപോലെ തന്നെ എത്ര അകലത്തിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത്? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അല്ല, അകലം അങ്ങനെയൊന്നുമില്ല. ഞാനതൊരു 1.5 മീറ്റർ അകലത്തിൽ ഇത് കൃഷി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് പുതുമഴയ്ക്ക് മുന്നേ ഇത് ഇടും. പിന്നെ മഴ വരുമ്പോൾ ഇവനങ്ങ് തഴച്ച് കയറും. അപ്പോൾ ആദ്യമേ തൊട്ട് ആ വിള കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരെ ഒരുപോലെ വളമിട്ട് കയറാൻ പറ്റും. വാട്ടരോഗം വരികയില്ലാത്തത് കൊണ്ട് അത് നിരന്തരമായിട്ട് നമുക്കത് വിളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആകെ നോക്കേണ്ട കൂമ്പേൽ ഒരു പുഴുക്കൾ വരും, ചെറുത്. അത് നമ്മൾ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം. കൂമ്പ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം കൈ കൊണ്ട് കൊട്ടി അത് തിരുമ്മിയാൻ കളഞ്ഞാൽ അതിന് മരുന്നൊന്നും അടിക്കേണ്ട കേസില്ല. അത് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി വിടുകയും. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിന് അല്ലെങ്കിൽ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ ചെയ്തിട്ടാണോ നടുന്നത്? അതോ അതിന് ശേഷം പിന്നീട് എന്തെല്ലാം വളങ്ങളാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന് പറയാമോ? നടുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ആ തടം എടുത്തിടും. തടത്തിൽ നമ്മൾ ഈ ഡോളോമൈറ്റ് ഇട്ട് വെതറിയിടും. അതോടുകൂടി ഏതാണ്ട് pH ശരിയാവും. അത് കഴിഞ്ഞിട്ട് അതിൽ ഈ ചാണകപ്പൊടി ഇഷ്ടം പോലെ എനിക്കുണ്ട്, 10 പശുക്കളുടെ ഉള്ളതാണ്. ചാണകപ്പൊടി, ഈർപ്പം ഉള്ള ഈ ചാണകപ്പൊടി, അതിൻ്റെ കൂടെ റോക്ക് ഫോസ്ഫേറ്റും ട്രൈക്കോഡെർമയും കൂട്ടി സാധനം അങ്ങോട്ട് കൊണ്ടുവന്ന് കുഴിയിലിട്ട് കൊത്തി ഇളക്കിയിടും. എന്നിട്ട് മണ്ണ് കൂട്ടി അല്പം പൊക്കി വെച്ചിട്ട് അതിലാണ് ഞാൻ സാധാരണ ചെയ്യാറ്. എപ്പോഴും ഉയർത്തിയേ വെക്കുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം വരുമ്പോൾ ഇതിനെ ബാധിക്കരുത് കാര്യമായിട്ട്. അതുകൊണ്ട് എന്നും ഈ എല്ലാ തടങ്ങളും മഴക്കാലം ആകുമ്പോൾ ഞാൻ പൊക്കി വയ്ക്കും. മഴക്കാലം തീരാറാകുമ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് താഴ്ത്തിയും വയ്ക്കും. കാരണം വെള്ളം നിൽക്കാനും ഒഴിക്കണത് അവിടെ കിടക്കാനും വേണ്ടിയിട്ട്. ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പിന്നീട് എന്തെല്ലാം വളങ്ങൾ ചെയ്തു കൊടുക്കണം? ഇടയ്ക്ക് ഞാൻ പ്രത്യേക വളങ്ങൾ കൊടുക്കാൻ അങ്ങനെ രാസവളം കൊടുക്കാറില്ല. കാരണം എനിക്ക് ഈ 10 പശുക്കളുടെ കുളിപ്പിക്കുന്ന തൊഴുത്ത് കഴുകുന്നതും എല്ലാം കൂടി ഒരു ടാങ്കിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വാം കൊടുത്തിട്ട് ഇടുമ്പോൾ നൈസർഗികമായിട്ട് ജൈവ രീതിയിൽ തന്നെ അതങ്ങോട്ട് പോകും. വേണമെങ്കിൽ അത് സാധിക്കാത്തവർക്ക് രാസവളം ഒക്കെ കൊടുക്കാം, ഇലകളിൽ കൊടുക്കുകയാണ് യുക്തം ഞാൻ പറയുള്ളൂ. വഴുതനയ്ക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ വളം കൂടുതൽ കൊടുക്കേണ്ട കേസൊന്നുമല്ല, വരുന്നില്ല. ഈ ചാണകവും മൂത്രവും എല്ലാം കൂടെ കൂടി ചേർന്നുള്ള അത് എത്ര തവണ അങ്ങനെ ഒഴിച്ചു കൊടുക്കും? ആഴ്ചയിൽ ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വഴുതന എത്ര നാളാകുമ്പോഴത്തേക്ക് നമുക്ക് കായ്ച്ചു തുടങ്ങും? ഞാൻ ഈ പശുവിൻ്റെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ യൂറിയ ആണല്ലോ, അത് സ്പീഡിൽ വളർന്നു കയറും. നമ്മൾ വിചാരിക്കാത്ത സ്പീഡിൽ തന്നെ അത് കയറും. പിന്നെ അതിന് വേറെ വളവും വേണ്ട. വഴുതനയ്ക്ക് പ്രത്യേക രോഗങ്ങളുമില്ല. അത് നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എത്തും. പിന്നെ അതിൻ്റെ കമ്പിന് കട്ടി വയ്ക്കുമ്പോൾ ചിലതിന് കോല് കെട്ടിക്കൊടുക്കേണ്ടി വരുന്ന കേസുണ്ട്, അതേ ഉള്ളൂ. ഇത് നമുക്ക് വിളവെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൂടുമ്പോഴാണ് വിളവെടുപ്പ് നടത്തുന്നത്? വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൂവുണ്ടായി കായായി കഴിയുമ്പോൾ നമുക്കറിയാലോ, ഏതാണ്ട് വരുമ്പോൾ അധികം മൂക്കുന്നതിന് മുന്നേ എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കായ ഉണ്ടാവുമ്പോൾ പറിച്ച് ഇപ്പോൾ കലയന്താലിനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും മാർക്കറ്റിൽ. പണ്ടത് പോയില്ലായിരുന്നു, ഇപ്പോൾ അത് സ്പീഡിൽ പോയി വിറ്റ് പോയിക്കളും. വെണ്ടയാണെന്നുണ്ടെങ്കിൽ 1.5 ദിവസം നമ്മൾ മുറിച്ച് കൊടുക്കണം. അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇവിടെ മാർക്കറ്റ് എല്ലാ ദിവസവും ഇല്ല. 1.5 വരുമ്പോൾ വേണ്ട, അതുകൊണ്ടാണ് വെണ്ടയുടെ അളവ് കുറയ്ക്കുന്നത്. വെണ്ടയും ഇങ്ങനെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? വെണ്ടയുണ്ട്. വെണ്ടയിൽ സുസ്ഥിര നല്ലൊരു ഇനമാണ്, അതിന് കേടില്ല. ഒരു വർഷം എൻ്റെ 7 അടി പൊക്കത്തിലേറെ അത് കയറും. അതിനകത്ത് പുഴുക്കളും വരികയില്ല, അതിന് ഇലമഞ്ഞളിപ്പും ഇല്ല. അതാണ് സുസ്ഥിര ഞാൻ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ അതുകൂടാതെ ഈ ഇവിടുത്തെ ഞങ്ങളുടെ ഇടുക്കിയിലധികം പേരും അറിയാത്ത ഒരു മുഴം വെണ്ട എന്ന് പറഞ്ഞൊരു വെണ്ടയുണ്ട്. ആ വെണ്ടയും മംഗലാപുരത്ത് നിന്നുള്ളൊരു നാട്ടുവെണ്ട, മംഗലാപുരം ഊരുവേണ്ട എന്നാണ്. ഈ 3 ഇനങ്ങളാണ് ചെയ്യുന്നത്. HB ഇനം ഞാനങ്ങ് പാടെ ഒഴിവാക്കി. HBക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിയിൽ മൂത്തു അതിനധികം വിളവ് കിട്ടുകയില്ല. മറ്റേതെല്ലാം നല്ല ഇനം വെണ്ടകളാണ്. അത് ഈ വെണ്ടയും ഇതുപോലെ ഒരു വർഷത്തേക്ക് നമുക്ക് ആദായം കിട്ടിക്കൊണ്ടിരിക്കുമോ? ഒരു വർഷത്തേക്ക് കിട്ടും. പക്ഷെ വഴുതനയുടെ അത്രയും കിട്ടില്ല. സുസ്ഥിര ഒരു വർഷം കഴിഞ്ഞും കിട്ടും. മറ്റേതെല്ലാം ഒരു 6 മാസം വരെയൊക്കെ കിട്ടും വിളവ്. ഈ വെണ്ട കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ ഇതുപോലെ ഈ മുൻപ് വഴുതനയ്ക്ക് പറഞ്ഞ പോലെ തന്നെയാണോ ചെയ്യുന്നത്? ഇതുപോലെ തന്നെ വളപ്രയോഗം എല്ലാം എൻ്റെ ഈ പശുവിൻ്റെ ഈ മൂത്രവും സ്യൂഡോമോണസും ട്രൈക്കോ എല്ലാം ചേർത്തുള്ള കേസ്. ഇടയ്ക്ക് വാം ചേർത്ത് കൊടുക്കും. അത് ധാരാളം മതി. ആ ഇലകളിൽ നല്ല വളർച്ച ഉണ്ടാവും. മരുന്ന് തളിക്കലൊന്നും അതിനും വേണ്ടി വരുന്നില്ല? വേണ്ടി വരും, ഒന്നിനും വേണ്ടി വരില്ല. വെണ്ടയും നമ്മൾ വിൽക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള മാർക്കറ്റുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്? അടുത്തുള്ള മാർക്കറ്റ് മാത്രമല്ല, അത് വീട്ടുകാർ വന്ന് മേടിക്കും. ഓരോരുത്തരും വന്ന് എന്നോട് ചോദിക്കും വെണ്ടയുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ കൊടുക്കാറുണ്ട്. എത്ര രൂപയൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് വെണ്ടയ്ക്ക വിറ്റ് കഴിഞ്ഞത്? അങ്ങനെ ഞാൻ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നടാറില്ല. അവർ തരുന്ന വില എന്നാ, ഞാൻ ഒരു വില പറയാറില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ തരണ്ടെന്നേ പറയുള്ളൂ. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുക. ഇപ്പോൾ പയർ എനിക്ക് ഒത്തിരി ഉണ്ട്. പയറിന് നല്ല വിലയുള്ള കാലഘട്ടം. പക്ഷേ ഈ പയർ മുഴുവനും ആൾക്കാർക്ക് വന്ന് പറിക്കാവുന്ന രീതിയിൽ ഞാൻ ഇട്ടിരിക്കുക. അതുപോലെ വെണ്ടയ്ക്ക ആയാലും അത് തൊടുപുഴയിൽ വരെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്കാണെങ്കിൽ അവർ പച്ചക്കറി വേണമല്ലോ എന്ന് കരുതി അവർക്ക് ഞാൻ ഇതൊരു ആദായകരമായിട്ടുള്ള ഒരു കൃഷിക്ക് വേണ്ടിയിട്ടല്ല ഇത് തുടങ്ങുന്നത്. എൻ്റെ ഒരു മാനസിക സുഖത്തിന് വേണ്ടി ഞാനങ്ങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ പയർ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നമ്മൾ ഈ പയർ കൃഷി ചെയ്യുന്നതിന്റെ തടവെടുക്കുന്ന പോലെ ഉള്ള പരിചരണ മാർഗങ്ങളൊന്ന് പറയാമോ? ഇല്ല, അത് നമ്മൾ ഈ നവംബർ ഡിസംബർ തുലാമഴയ്ക്ക് മുമ്പ് തന്നെ അത് കൊത്തിക്കളച്ച് തടവെടുത്ത് പയറങ്ങ് വിതച്ചു പോവും. ചിലയിടത്ത്
ചിലയിടത്ത് നമ്മൾ നട്ടും പോകും, അത് കുറ്റിപ്പയറായിരിക്കും. പിന്നെ വള്ളിപ്പയർ വേറെ വയ്ക്കുമ്പോൾ നമ്മൾ കാല് കുത്തി വലയിട്ടിട്ട് അതിലും കയറ്റി, അങ്ങനെ 2 രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഈ പയറ് നമ്മളൊന്ന് നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വരെ അതിന്റെ ആദായം കിട്ടും? ചില ഇനങ്ങൾ ദീർഘനാളേക്കും, ചില എന്നായാലും ഒരു 3 മാസത്തേക്കുള്ളത് കിട്ടില്ല. അത് കഴിയുമ്പോഴത്തേക്ക് തീരും. വരുമാനം കുറഞ്ഞ് പയറിന്റെ നീട്ടം കുറഞ്ഞ് വരുമ്പോഴേ ഞാനെടുത്ത് മാറ്റും. പിന്നെ അതിന്റെ അറ്റം വരെ പോകാൻ നിൽക്കില്ല, അടുത്ത പുതിയ കൃഷി അതിലേക്ക് തുടങ്ങും. അപ്പോൾ ഒരു പയറിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പുറയിൽ അടുത്ത കൃഷി ചെയ്യുക. അടുത്ത കൃഷി ചെയ്യാന്ന് വെച്ചാൽ പയർ മാറി ഇപ്പോൾ മെയ് ജൂണിലും പയർ അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ അത് തടം പുതുക്കി വീണ്ടും ഞാൻ അവിടെ ആ തടത്തിൽ കൂർക്ക നടും. അപ്പോൾ കൂർക്ക ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് തീരും. വീണ്ടും അതിൽ ഞാൻ പയർ നടും. പിന്നെ ഇടയ്ക്ക് വെള്ളരി, മത്തൻ എല്ലാം ഇങ്ങനെ അതിന്റെ ഇടവിട്ട് ചെയ്യുക. അപ്പം അന്നേരം നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥ, ഇപ്പോൾ കാലാവസ്ഥ പറയാമല്ലോ, പഴയ കാലാവസ്ഥയല്ല ഇപ്പോഴും. അപ്പോൾ കാലാവസ്ഥ നമ്മൾ നോക്കി എന്താണ് വരുന്നത് വെച്ചാൽ അത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കൂർക്ക കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? കൂർക്കയ്ക്ക് അധികം പാടൊന്നുമില്ല, അതിന്റെ തല നട്ട് കഴിഞ്ഞാൽ മതി. അതിന്റെ കുറച്ച് ചാരം ഇട്ട് കൊടുത്താൽ കയറും. ചാരം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ SOP ഉണ്ട്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അത് അതിന്റെ ഇലകളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂർക്ക നന്നായിട്ട് അടിയിലുണ്ടാവും. ഇത് ഏരിയ എടുത്തിട്ടാണോ? ഏരിയ ഒന്നും എടുക്കണില്ല, ഞാൻ ചുമ്മാ കപ്പയോടൽ പോലെ ഇട്ടിട്ട് അതിന് ചുറ്റും വെക്കും. ഏരിയ എടുത്തും വെക്കാറുണ്ട്. അത് അന്നേരത്തെ സാഹചര്യം മണ്ണും നല്ല നീട്ടത്തിലെടുക്കാൻ പറ്റുമെങ്കിൽ ഏരി വെക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കപ്പയോടൽ എടുക്കും പോലെ എടുത്തിട്ട് ചുറ്റോട് ചുറ്റും ഇതങ്ങോട്ട് വെച്ച് വിടും. അങ്ങനെയാണ് നടത്തുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തുടക്കത്തിൽ ചെയ്യുന്ന വളപ്രയോഗം അല്ലാതെ ഇടയ്ക്ക് വളപ്രയോഗം ചെയ്യേണ്ടി വരും? ഇല്ല, അതിന് അത്രയും വളം ചെയ്യുന്നത്. കാരണം ഇവിടെ കൂർക്ക വിൽപ്പന ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാർക്കുള്ള കൂർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10, 60, 70 കിലോ കൂർക്ക കിട്ടിയാൽ മതി. അത് അടുത്തുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അതിന്റെ വളർച്ചയ്ക്ക് നമ്മൾ SOP തന്നെ ആശ്രയിക്കാറ്. അത് എത്ര 4 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുമോ? 4 മാസമല്ല, ഒരു 5-6 മാസം എടുക്കും. ഇപ്പം വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല, കാരണം വേറെ ഒത്തിരി സാധനം കിടക്കുക. അപ്പം ഇതിന് പോകാൻ പറ്റില്ല നമുക്ക്. ഇനി മറ്റ് പച്ചക്കറി, ഇപ്പോൾ നമ്മൾ പറയാത്ത വേറെ എന്തെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്? ഇത് പറയാത്ത കൃഷി ഏതാന്ന് ചോദിച്ചാൽ തൊമര ഇഷ്ടം പോലെയുണ്ട്. വന്നു കഴിഞ്ഞാൽ കാണിക്കുക, അത് പറിച്ചാലങ്ങും തീരില്ല. അത് കുറെ പിന്നെ പറിച്ചെടുക്കും. അമര ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൊമ്പമുളക് പ്രത്യേകം ചെയ്യണമെന്ന് വെച്ചാൽ കൊമ്പമുളകിൽ കൂടിയാണ് ഇന്ന് വരുന്നത് ക്യാൻസറിന്റെ എല്ലാ പ്രധാന ഘടകങ്ങളും വരുന്നത്. അത് കാരണം കൊമ്പമുളക് എല്ലാവരും ചെയ്യാൻ സർക്കാർ പ്രേരിപ്പിക്കണം. അതിന്റെ കുരടിപ്പാണ് ഏറ്റവും വലിയ വിഷയം അവർക്ക് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുരടിപ്പ് വരാറില്ല. അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാർഗവും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിന് നല്ല മരുന്നുകളുണ്ട്, ചെറിയ രീതി ജൈവ രീതിയിൽ. അത് പ്രയോഗിച്ചാൽ കുരടിപ്പല്ല, നല്ല മുളക് തന്നെ കിട്ടും. അത് ഉണക്കിയെടുത്ത് ഞാൻ പൊടിപ്പിച്ചെടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊമ്പൻ മുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഏരിയ എടുത്തിട്ടാണോ അതോ ചുമ്മാ വെറുതെ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, അതിന് ഏരിയ അല്ല, അത് നമ്മൾ ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ എല്ലാം സിമെന്റിയാക്കുണ്ട്. അത് ഇവർ കൊണ്ടുവന്ന് വഴിക്കുമ്പോൾ അവിടെ ഇവിടെയും തള്ളും. ഞാനത് പണിക്കാരെ വിട്ട് പെറുക്കിച്ച് അത് ഗ്രോ ബാഗ് പോലെ മടക്കി അതിലത് അടിഭാഗം 3-1 കരിയില നിറയ്ക്കും. ബാക്കി മണ്ണും ചാണകപ്പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ട്രൈക്കോഡർമ അതങ്ങോട്ട് ഇട്ട് അതിനകത്തേക്ക് ഈ റോക്ക് ഫോസ്ഫേറ്റും ലേശം ഇട്ട് ഇളക്കി ഇതങ്ങോട്ട് വെക്കും. ചീനി നന്നായിട്ട് കയറി വരും. പിന്നെ നമ്മൾ നവാം ചേർത്ത മിശ്രിതവും കൂടി ഒഴിക്കുമ്പോൾ നല്ല കയറ്റാണ്. കുരടിപ്പ് വരാതെ ആദ്യം വില്ലേജ് അഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അവരുടെ 2-in-1 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫലവത്ത, പിന്നെ കുരടിപ്പ് വരാറില്ല. നല്ല മികച്ച രീതിയിലുള്ള മുളക് കിട്ടും. ഈ കൊമ്പൻ മുളക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വരെ അത് നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും? അതൊരു 5 നമ്മൾ വളം കൊടുക്കുമ്പോൾ പിന്നെയും അതിന് നന്നായിട്ട് കായ്ക്കണമെങ്കിൽ 19 നമ്മൾ ഇത് തന്നെ ജൈവവളം മാത്രം കൂടെ പോയാൽ പോരാ. ഇലകളിൽ അല്ലെങ്കിൽ ഈ മഞ്ഞ കളർ വന്ന് കൊടുക്കും. അപ്പോൾ അത് വരാതെ തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ 19 ഇലകളിൽ സ്പ്രേ ചെയ്തു അപ്പോൾ നല്ല രീതിയിൽ അതിന് മുളക് വീണ്ടും ഉണ്ടാവും, പൂവുണ്ടാവും, കായ്ക്കുകയും ചെയ്യും. ഈ പയർവർഗ്ഗങ്ങൾ ഇങ്ങനെ പൊതുവേ നമ്മൾ പരിപാലിക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റ് കർഷകരെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? കാലാവസ്ഥ നോക്കി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നവംബർ, ഒക്ടോബർ മുതൽ ഏതാണ്ട് ഫെബ്രുവരി, മാർച്ച് വരെ നമുക്ക് പയർ കൃഷി ചെയ്യാം. അന്നേരം വലിയ കീടബാധയൊന്നുമില്ല. അപ്പോൾ നല്ല അന്തരീക്ഷം തെളിഞ്ഞതാണ്. അപ്പോൾ ചാഴി മറ്റേതെല്ലാം കുറയും. പക്ഷേ ഒരു മെയ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മഴയും മൂടലും നിൽക്കുമ്പോൾ ചാഴിയും മുഞ്ഞയും ഇതെല്ലാം കൂടി വരും. അപ്പോൾ നമ്മളത് മാറിയിട്ട് അടുത്ത കൃഷിയിലോട്ട് തിരിയാം. നമ്മൾ ഒരു കൃഷി എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അന്നേരം ഇതൊന്നും ബാധിക്കാത്ത വെള്ളരി കൃഷി ചെയ്യാം. അതേ വലയിലോട്ട് നമ്മൾ നല്ല ഇനം സലാഡ് വെള്ളരിയുണ്ട്, അത് കയറ്റി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ കൃഷി ചെയ്യാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും മത്തൻ കൃഷി ചെയ്യാം.
കുമ്പളം കൃഷി ചെയ്യാം. ഇതെല്ലാം അതാ അത്തേല് അതിൻ്റെ കായ്ച്ചയുടെ ആക്രമണമൊന്നും കൂടുതലായിട്ടില്ല. അപ്പോൾ ആ സാധനം കൃഷി മാറാനും കൂടി പഠിക്കണം ഇതിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. അതൊരു കർഷകൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ അതൊരു അത്യന്താപേക്ഷിത ഒരു കാര്യമാണ്. അങ്ങനെ പച്ചക്കറി കൃഷിയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് ഓരോ വിളകൾ മാറി മാറി കൃഷി ചെയ്ത് പോയി കഴിഞ്ഞാൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഒന്ന് നമ്മൾ മണ്ണ് ക്ലിയർ ചെയ്യണം. രണ്ടാമത് ഇതിനെപ്പറ്റി ഒത്തിരി അറിവുകളുള്ള കാർഷിക മാസികകൾ വായിക്കണം. ഞാൻ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന എല്ലാ കാർഷിക മാസികകളും വായിച്ച് പഠിക്കും. സംശയം ഉണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷി ഓഫീസിൽ ചെന്നൊന്ന് ചോദിക്കും. അവരുടെ കിട്ടുന്ന വിവരവും പിന്നെ പ്രമുഖരായ കർഷകരുടെ എല്ലാം ഫോൺ നമ്പറുണ്ട്. അവരനുവർത്തിക്കണം. എന്താ കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാൻ പച്ചമുളക് പഴുത്ത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എത്ര ഉണങ്ങിയാൽ അതിന് കളറ് മാറുക എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു കർഷകനോട് ചോദിച്ചു ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ പറിച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഉണക്കാൻ. അപ്പോൾ ചെറിയൊരു കേസാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ല കളറിൽ കിട്ടി. അപ്പോൾ നമ്മൾ ഒത്തിരി കർഷകരോട് പങ്കിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളറിയാത്ത ഒത്തിരി ഒറ്റമൂലികളുണ്ട് കൃഷിയിൽ. അത് കർഷക ഐക്യത്തിൽ കൂടി കിട്ടും. കൃഷി ഓഫീസിൽ നിന്ന് അത് കിട്ടുകയല്ല, മാസികയൊന്നും കിട്ടില്ല. കാരണം അത് അവരവരുടെ നൈസർഗികമായിട്ടുള്ള കഴിവാണ്. അപ്പോൾ അതുകൂടി കിട്ടാൻ കർഷക ഗ്രൂപ്പുകളിൽ ചേരുക. ഒത്തിരി കാർഷിക ഗ്രൂപ്പുണ്ട്, അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ അത് പറയും, അനുഭവസ്ഥർ പറയും. ഒരു പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ 1000 അഭിപ്രായം വരും. അതിന് ഓരോരുത്തരും ഓരോന്ന് പറയും. അപ്പം തന്നെ അതിൻ്റെ എല്ലാം നമുക്കറിയാൻ പറ്റും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ച് നീങ്ങുകയാണെങ്കിൽ കർഷകർ ഒരിക്കലും പരാജയത്തിൽ പോവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ വീടിൻ്റെ മുറ്റത്തും അതുപോലെ ടെറസിലും എല്ലാം നിറയെ പല വിധത്തിലുള്ള പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടത്. കാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പയറുണ്ട്, മറ്റ് പലവിധം ഇനം കൊമ്പൻ ചീനിയുണ്ട്. അതുപോലെ ടെറസിൽ നിറയെ ചീര കൃഷി ചെയ്തിരിക്കുന്നു. ഈ ചീര ഇങ്ങനെ വേറെ സ്ഥലത്തും കൃഷി ചെയ്തിട്ടുണ്ട്? ആ ചീര പറമ്പിലുണ്ട്, അവിടെയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 10 സെന്റ് എന്നും ഇവിടെ ഞാൻ പറമ്പിൽ നിന്ന് കയറി വരുമ്പോൾ അതുകൊണ്ട് ഇവിടെ കറിക്ക് കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വെച്ചെടുക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വേണ്ട പച്ചക്കറികൾ മുഴുവൻ വീട്ടിൽ വെച്ച് വിട്ടിരിക്കുക. അപ്പോൾ വേണ്ട സാധനം ചീര പറിക്കാം, പാവയ്ക്ക പറിക്കാം, കോവയ്ക്ക പറിക്കാം, മുളക് പറിക്കാം. അത് തിണ്ണയിൽ നിന്ന് തന്നെ മുളക് പറിക്കാവുന്ന രീതിയിലൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിന് കൊടുത്തു. പിന്നെ അതിൽ കൂടുതലായിട്ട് വല്ലതും ഉണ്ടെങ്കിലേ ഞാൻ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഈ 10 സെന്റ് ഇരിക്കുക, 12 സെന്റിൻ്റെ അകത്ത് മുഴുവനും പെരപ്പുറവും മുഴുവൻ കൃഷിയാണ്. അത് ഞാൻ ഇവിടെ അതിൽ ഇഞ്ചി പറിക്കണേ പോലും ഞാൻ ഇവിടെ പുറകിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തോളാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് നാണ്യവിളകളൊക്കെ എന്തെല്ലാം ഉണ്ട്? മറ്റ് ഫലവർഗ്ഗങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ? ഫലവർഗ്ഗങ്ങൾ ഇപ്പൊ കൃഷി ചെയ്തു തുടങ്ങുന്നുള്ളൂ. പ്ലാവ് വെച്ചിട്ടുണ്ട്. പ്ലാവ് വെച്ചിരിക്കുന്നത് J33. അതെന്നുവെച്ചാൽ മുഴുത്ത ചക്ക കിട്ടും, വലിയ കേടില്ല, ഇച്ചിരി താമസിച്ചേ കായ്ക്കുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന ബുദ്ധി എന്നാ വെച്ചാൽ അവനൊരു 30 അടി അകലത്തിലിട്ടിട്ട് അതിൽ 15 അടിയിൽ ഞാൻ കൊണ്ടുവന്ന് വിയറ്റ്നാം സൂപ്പറാറിൽ വെക്കും. അപ്പൊ അത് കയറ്റും. ഇവൻ കയറി 4.5 വർഷം കായ്ക്കുമ്പോഴത്തേക്ക് ഇവൻ ഉണങ്ങിപ്പോവോ അല്ലെങ്കിൽ ഇവന്റെ പ്രായം 10 വർഷമായി ഇത് അവസാനിക്കുകയോ ചെയ്യുമ്പോൾ മറ്റവൻ കയറി വന്ന് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിന്റെ വിളവ് കിട്ടത്തക്ക രീതിയിലാണ് ഞാനത് ക്രമീകരിച്ചിരിക്കുന്നത്. എത്ര ഏക്കർ സ്ഥലത്തുണ്ട്? അതിപ്പോ ഞാനൊരു 1 ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ ചെയ്യുന്നത്. അതിപ്പോ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ റംബുട്ടാനും വെക്കുകയാണ്. അതും ഒരു 10-200 വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്ന് അതിന്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ, കുരുമുളക്, മറ്റ് അത്തരത്തിലുള്ള കൃഷികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? റബ്ബറുണ്ട്. റബ്ബർ ഞാൻ തന്നെയാണ് വെട്ടുന്നത്. റബ്ബർ ഒരു 300 റബ്ബറിനടുത്തുണ്ട്. അത് ഞാൻ തന്നെ രാവിലെ 3 മണിക്ക് ഏറ്റ് വെട്ടും. പാലെടുക്കലോ ഉറയൊഴിക്കലോ എനിക്കില്ല. അത് ചണ്ടിയായിട്ടാണ് കിടക്കുന്നത്. കുരുമുളക് അത്രയും നോക്കുന്നില്ല. കുരുമുളക് എനിക്ക് നഷ്ടമാണ്. കാരണം അത് കയറി പറിക്കണം. അത് അതിന് നോക്കാൻ നേരമില്ല, നടക്കില്ല. ഉണ്ടത് അത് ഞാൻ ഒരാൾക്ക് പറിക്കാൻ കൊടുത്തിരിക്കാണ്ട് പകുതിക്കാണ് വെച്ചിരിക്കുന്നത്. മൊത്തം എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? മൊത്തം ഒരു 5-6 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയാണ് എനിക്ക്. രാവിലെ ഏത് മണിക്ക് ഈ പണികളൊക്കെ ആരംഭിക്കും? ഞാൻ 3:30 എന്നും കറക്റ്റായി 3:30 വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ റബ്ബറിൻ്റെ തുടങ്ങും. പിന്നെ പച്ചക്കറികൾ നനയ്ക്കും, അതിന് വളം കൊടുക്കും. അതങ്ങനെ പോകും. അതങ്ങനെ പോയി 9 മണി വരെ വരും. 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വായനകളുടെ ലോകത്തേക്ക് കിടക്കും. പിന്നെ പുസ്തകങ്ങൾ വായിക്കും, കൃഷി അറിവുകളെല്ലാം നോക്കി പഠിക്കും. അതാത് സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് ഞാൻ കാർഷിക രംഗം എല്ലാം നോക്കി പഠിച്ചാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. പിന്നെ ഓരോ കർഷകരുടെയും അനുഭവങ്ങൾ യൂട്യൂബിൽ കൂടി വരുന്നത് മുഴുവൻ ഞാൻ നോക്കിയിട്ട് നമ്മളതിൽ ഭേദഗതി വരുത്താവുന്നത് അന്നേരം തന്നെ നമ്മൾ വരുത്തും. എല്ലാം ഒന്നും നമുക്കറിയണമെന്നില്ല. എനിക്കും ഇങ്ങനെ ഇത് നോക്കിയും വായിച്ചുമാണ് എനിക്ക് കിട്ടിയത്. ഏതാണ്ട് 20 വർഷത്തെ കാർഷിക മാസികകൾ എൻ്റെ അടുത്തുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ നോക്കും. വീട്ടിലാർക്കുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. പിള്ളേരുള്ളത് പുറത്താണ്. അവർ എൻ്റെ കൂടെ ഇല്ല. അവർ പുറത്തായതുകൊണ്ട് വല്ലപ്പോഴേ വരാറുള്ളൂ.
എൻ്റെ ഭാര്യയുടെ പേര് സാലി എന്നാണ്. പാലായിൽ നിന്നാണ് കിട്ടിയത്. കളപ്പരക്കലാണ് വീട്. അന്നിച്ചേട്ടനും ഭാര്യയും മാത്രമാണ് ഇവിടെ ഉള്ളത്. അന്നിച്ചേട്ടന് ഒപ്പം ചേച്ചിയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. വീട്ടുകാര്യങ്ങളിൽ ചെയ്യും. പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. വീട്ടിലുള്ള അതിനകത്ത് വെള്ളം ഒഴിക്കുക, നനയ്ക്കുക, അതിന്റെ വിളവെടുക്കാനാണ് വീട്ടുകാർ. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ആലക്കോട് പഞ്ചായത്തിലെ ആലക്കോട് തന്നെയുള്ള മികച്ച സമ്മിശ്ര കർഷകനായ ശ്രീ PC ആന്റണി പള്ളത്താണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. തൊടുപുഴ ആലക്കോട്ടിലെ പച്ചക്കറി കർഷകനായ ശ്രീ PC ആന്റണി പള്ളത്തുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ജാതിയുടെ വിവിധ ഉപയോഗങ്ങൾ. ജാതിക്ക സാധാരണഗതിയിൽ ഭക്ഷ്യവസ്തുവായും മരുന്നുകളുടെയും സൗന്ദര്യവസ്തുക്കളുടെയും നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ജാതിക്ക, ജാതിപത്രി ഇവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒലിയോ റെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവയെല്ലാം ഭക്ഷ്യ പാനീയ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ജാതിക്കായുടെ കാമ്പ് അരിഞ്ഞെടുത്തതാണ് ഭക്ഷണാവശ്യത്തിനും മറ്റും കൂടുതലായി ഉപയോഗിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇവ ചെറിയ തോതിൽ വിവിധ വിഭവങ്ങളിൽ ചേർക്കുന്നു. ഡച്ചുകാർ സീസണിങ്ങിനായി ജാതിക്കായും പത്രിയും ഉപയോഗിക്കുന്നത് പതിവാണ്. മാംസവിഭവങ്ങൾ, സൂപ്പുകൾ, സോസുകൾ, ബേക്ക് ചെയ്ത വിഭവങ്ങൾ, മധുര പലഹാരങ്ങൾ, പുഡിംഗ് എന്നിവയ്ക്കൊപ്പവും പച്ചക്കറികളുടെയും മാംസങ്ങളുടെയും സീസണിങ്ങിനും പാലുൽപ്പന്നങ്ങളിലും ജാതിക്കായോ ഇവയിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്ന ഒലിയോ റെസിനോ ചേർക്കാറുണ്ട്. കായിലെ മാംസളമായ പുറംഭാഗം ക്യാൻഡിയായും അച്ചാറായും ചട്നിയായും ജെല്ലിയായും പൊടിയായുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. ജാതിക്കായുടെ മൂല്യവർധനയ്ക്ക് ഏറെ സാധ്യതകളുണ്ടെന്ന കാര്യം ഉറപ്പ്. ഇന്ത്യയിൽ വിപണനത്തിനായി വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ. ജാതിപത്രി അതേപടിയോ പൊടിയാക്കിയോ ആണ് ഉപയോഗിക്കുന്നത്. പാലുൽപ്പന്നങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നതിനും സോസേജുകൾ, സൂപ്പ്, അച്ചാർ, കെച്ചപ്പ്, ചട്നി എന്നിവയിലും ജാതിപത്രി ചേർക്കാറുണ്ട്. ജാതിപത്രിയുടെ സവിശേഷമായ സുഗന്ധം മൂലം ഇവ ആഹാരസാധനങ്ങളിലും മദ്യത്തിലും സ്വാദിനായി ചേർക്കുന്നു. ജാതി എണ്ണ, ജാതിപത്രി തൈലം എന്നിവ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ക്യാൻ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, മാംസോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആസ്വാദ്യത വരുത്തുന്നതിനായി ചേർക്കുന്നു. മരുന്നിനായി. മരുന്ന് നിർമ്മാണ രംഗത്ത് ജാതിക്കായും ജാതിപത്രിയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പരമ്പരാഗത ആയുർവേദ മരുന്നുകൾ, ചൈനീസ്, തായ് പാരമ്പര്യ മരുന്നുകൾ എന്നിവയിൽ കാമോദ്ദീപകമായും ഗർഭഛിദ്രത്തിനായും വീക്കത്തിനെതിരെയും ഉപയോഗിക്കുന്നു. വയറുകടി, വായിലെ കുരുക്കൾ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇന്തോനേഷ്യയിലും ജാവയിലും ബാലിയിലും ജാതിക്ക ഉപയോഗിച്ചിരുന്നുവെന്ന് എത്നോ ബൊട്ടാണിക്കൽ പഠനങ്ങൾ പറയുന്നു. അരോമ തെറാപ്പിയിൽ ജാതിക്കയിൽ നിന്നുള്ള എസൻഷ്യൽ ഓയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മൂത്രസഞ്ചിയുടെയും മൂത്രനാളിയുടെയും വീക്കത്തിനുള്ള ചികിത്സയിൽ ജാതിയെണ്ണ ഉപയോഗിക്കുന്നു. വിഭ്രമം, വിശപ്പില്ലായ്മ, വായുക്ഷോഭം, ലൈംഗിക മരവിപ്പ്, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇവ ഉപയോഗപ്പെടുത്തുന്നു. എസൻഷ്യൽ ഓയിലിൽ കാണുന്ന വിവിധ രാസസംയുക്തങ്ങളാണ് വ്യവസായ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ജാതി എണ്ണയും ജാതിപത്രി തൈലവും ഏതാണ്ട് സമാനമായ ഗുണങ്ങളുള്ളവയാണ്. ജാതിക്കായുടെ കാമ്പ് അരച്ച് പുറമേ പുരട്ടിയാൽ ഉത്തേജകമാണ്. ഓയിൻമെൻറ്റായും ഹെയർ ലോഷനായും പ്ലാസ്റ്ററായും ഇവ വിപണനം ചെയ്യപ്പെടുന്നു. ദന്തചികിത്സയിൽ ജാതിപത്രി ഉപയോഗിക്കുന്നുണ്ട്. വാതം, തളർച്ച, ഉളുക്ക് എന്നിവയ്ക്കെതിരെയും ഇവ ഉപയോഗപ്പെടുത്തുന്നു. ജാതിക്കായ്ക്കും ജാതിപത്രിക്കും നീരോക്സീകാര ഗുണങ്ങളുണ്ട്. പെർഫ്യൂം, കോസ്മെറ്റിക് വ്യവസായത്തിൽ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പുരുഷന്മാർക്കുള്ള സുഗന്ധം, ടോയ്ലറ്ററീസ് എന്നിവയിൽ ജാതിക്ക എണ്ണ ഉപയോഗിക്കുന്നു. ചെറിയ തോതിൽ ജാതിപത്രി തൈലം സുഗന്ധവസ്തുക്കളിലും സോപ്പുകളിലും ഉപയോഗിക്കുന്നു. ജാതിപത്രിയിലെ ലിഗ്നാൻ, മെലാനിൻ ബയോസിന്തസിസിനെ ചെറുക്കുന്നതിനാൽ ത്വക്ക് വെളുക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. കുമിളുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്കായ്ക്കും അതിൽ നിന്നുള്ള എണ്ണയ്ക്കും കഴിയുമെന്നതിനാൽ രോഗകാരികളായ പോപ്പലുകൾക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നു.
ബാക്ടീരിയയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്ക് കഴിയുമെന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കോളി, സാൽമൊണല്ല, ഷിഗല്ല, സ്യൂഡോമോണാസ്, ബാസിലസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ജാതിയിലെ എസൻഷ്യൽ ഓയിലിന് കഴിയും. വേരുകളിൽ രോഗങ്ങളുണ്ടാക്കുന്ന ചിലതരം വിരയ്ക്കെതിരെ ജാതിപത്രിയും ജാതിക്ക എണ്ണയും ഫലപ്രദമാണ്. അതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്ന ജാതിക്കയും ജാതിപത്രിയും ചിലയിനം ഒച്ചുകളെ അകറ്റും. വടക്കേ ഇന്ത്യയിലും മറ്റും വ്യാപകമായി കാണുന്ന ഫിഷിയോലിയാസിസ് എന്ന രോഗം പരത്തുന്ന വിരകളുടെ ഒരു ജീവിതഘട്ടം കഴിച്ചുകൂട്ടുന്ന ലിംനിയ അക്യൂമിനേറ്റ എന്ന ഒച്ചിനെ നശിപ്പിക്കാൻ ജാതിക്കായും ജാതിപത്രിയും പൊടിച്ചത് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ജാതിപത്രിയാണ് കൂടുതൽ ഫലപ്രദം. മിരിസ്റ്റിക് ആസിഡ് സോപ്പുകൾ, ലിക്വിഡ് ഡിറ്റർജൻറ്റുകൾ, ഷാംപൂ, ഷേവിംഗ് ക്രീം, പെർഫ്യൂം, പ്ലാസ്റ്റിക്സ്, പെയിൻറ്റുകൾ, ഗ്രീസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. കാർഷിക അറിവുകൾ, PC ആന്റണി പള്ളത്തുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.